ഒരു സോളാർ പാനൽ 10 വാട്ട്, സോളാർ ചാർജ് കൺട്രോളർ 12 വാട്ട് 10 ആംപിയർ, സോളാർ ബാറ്ററി 12 വാട്ട് 100 AH, ഒരു സാധാരണ ഇൻവെർട്ടർ, സോളാർ ഇൻവെർട്ടറിലേക്ക് പരിവർത്തനം എന്നിങ്ങനെ എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് ഈ സെഷനിൽ നമ്മൾ പഠിക്കും. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഒരു സോളാർ പാനലിൻ്റെ അടിസ്ഥാന തത്വങ്ങളും ഘടകങ്ങളും മനസ്സിലാക്കാൻ കഴിയും. സോളാർ എനർജി സിസ്റ്റങ്ങളിൽ ഇൻവെർട്ടറുകളുടെ പങ്കും പ്രാധാന്യവും നിർവചിക്കാനാകും. AC-യുടെ വിവിധ തരം ഇൻവെർട്ടറുകളും അവയുടെ ഉപയോഗങ്ങളും വിവരിക്കുകയും സോളാർ PV സംയോജന പദ്ധതികളുടെ വിജയത്തിന് സംഭാവന ചെയ്യുന്ന നിർണായക ഘടകങ്ങൾ മനസ്സിലാക്കാനും ചെയ്യും. ആദ്യം നമുക്ക് സോളാർ പാനലുകളെ കുറിച്ച് പഠിക്കാം. ഒരു സോളാർ പാനലിൽ അർദ്ധചാലക ഗുണങ്ങളുള്ള നിരവധി സോളാർ സെല്ലുകൾ അടങ്ങിയിരിക്കുന്നു. അത് പരിസ്ഥിതിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഒരു മെറ്റീരിയലിനുള്ളിൽ ഉൾക്കൊള്ളുന്നു. ഈ ഗുണങ്ങൾ സെല്ലിനെ പ്രകാശം പിടിച്ചെടുക്കാൻ പ്രാപ്തമാക്കുന്നു. അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, സൂര്യനിൽ നിന്നുള്ള ഫോട്ടോണുകളെ ഫോട്ടോ വോൾട്ടൈക് ഇഫക്റ്റ് എന്ന് വിളിക്കുന്ന ഒരു പ്രക്രിയയിലൂടെ അവയുടെ ഊർജത്തെ ഉപയോഗപ്രദമായ വൈദ്യുതിയാക്കി മാറ്റുന്നു. ഡയറക്റ്റ് കറണ്ട് അഥവാ DC രൂപത്തിൽ വൈദ്യുത പ്രവാഹം സ്വീകരിക്കുകയും അതിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലേക്ക് അഥവാ AC-യിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വൈദ്യുത ഉപകരണമാണ് ഇൻവെർട്ടർ. സോളാർ എനർജി സിസ്റ്റങ്ങൾക്ക് സോളാർ അറേയിൽ നിന്നുള്ള DC കറണ്ട് ഒരു ഇൻവെർട്ടർ വഴി നൽകപ്പെടുന്നു. അത് AC ആയി മാറ്റുന്നു. മിക്ക ഇലക്ട്രിക് ഉപകരണങ്ങളും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഗ്രിഡുമായുള്ള ഇന്റർഫേസും പ്രവർത്തിപ്പിക്കുന്നതിന് ഈ പരിവർത്തനം ആവശ്യമാണ്. മിക്കവാറും എല്ലാ സൗരോർജ്ജ സംവിധാനങ്ങൾക്കും ഇൻവെർട്ടറുകൾ പ്രധാനമാണ്. സോളാർ പാനലുകൾക്ക് ശേഷമുള്ള ഏറ്റവും ചെലവേറിയ ഘടകമാണിത്. ആദ്യം നമുക്ക് ഒറ്റപ്പെട്ട SPV സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാം. വൈദ്യുതി ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ സാധാരണ SPV സംവിധാനമാണ് തിരഞ്ഞെടുക്കുന്നത്. അതിനാൽ ഗ്രിഡ് വിതരണം ലഭ്യമല്ലാത്ത വിദൂര പ്രദേശങ്ങൾ, കര അല്ലെങ്കിൽ ജലാശയങ്ങൾ എന്നിവയ്ക്ക് ഇത് അനുയോജ്യമാണ്. ഉദാഹരണങ്ങൾ അതിർത്തി സൈനിക സേവന ക്യാമ്പുകൾ, നാവിക സേവനങ്ങൾ, ഫാം ഹൗസുകൾ, പർവ്വതങ്ങൾ, വനങ്ങൾ, റിസോർട്ടുകൾ തുടങ്ങിയവ. പ്രധാന ഘടകങ്ങളിൽ ബാറ്ററി ബാക്കപ്പും ഇൻവെർട്ടറും ഉൾപ്പെടുന്നു. ഗ്രിഡിൽ നിന്നുള്ള ഒരു AC മെയിൻ ഉപയോഗിക്കുന്നില്ല. സൗരോർജം ബാറ്ററി ബാങ്കും ഡേ ലൈറ്റിംഗും ചാർജ് ചെയ്യുന്നതിനുള്ള ഏക ഉറവിടം ഉപയോഗിക്കുന്നു. രാത്രിയിൽ ബാറ്ററി ഇൻവെർട്ടറിലേക്ക് ഊർജ ഇൻപുട്ട് നൽകുന്നു. ലോഡുകൾ സാധാരണ AC ലോഡുകളാണ്. അവ ഏതെങ്കിലും ആകാം. ചാർജ് കൺട്രോളറിന് ശേഷം DC ലോഡുകളും ഉപയോഗിക്കാം. ബാറ്ററി ബാങ്ക് വോൾട്ടേജ് രൂപകൽപ്പന ചെയ്ത മൂല്യത്തിന് താഴെയാകുമ്പോൾ AC ഔട്ട്പുട്ട് ഇല്ല. സ്റ്റാൻഡ് അലോൺ സോളാർ PV സിസ്റ്റത്തിലേക്ക് ചാർജിങ്ങിന്റെ അധിക ഉറവിടത്തിന്റെ ഒരു ഓപ്ഷൻ ചേർക്കുമ്പോൾ നമുക്ക് ഹൈബ്രിഡ് ഇൻവെർട്ടർ അടിസ്ഥാനമാക്കിയുള്ള SPV സിസ്റ്റം ലഭിക്കും. ബാറ്ററി ചാർജ് ചെയ്യുന്നതിനുള്ള പ്രധാന ഉറവിടം സൗരോർജമാണ്. AC മെയിൻ വഴി അധിക ഊർജം ആവശ്യമാണ്. സൗരോർജത്തിന്റെ അഭാവത്തിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ സഹായകമായ ചാർജിംഗ് സർക്യൂട്ട് സഹായിക്കുന്നു. സൂര്യപ്രകാശത്തിന്റെ അഭാവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ ലോഡ് ചെയ്യാൻ സിസ്റ്റത്തിന് AC പവർ നൽകാൻ കഴിയാതെ വരുമ്പോൾ അധിക ഊർജം AC മെയിനിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ബാറ്ററിയിലേക്ക് അധിക ഊർജം നൽകുന്നതിന് റക്റ്റിഫയറുകൾ വഴി AC മെയിൻ പവർ DC പവറായി പരിവർത്തനം ചെയ്യുന്നു. അഭാവത്തിൽ ഡീസൽ ജനറേറ്ററും തിരഞ്ഞെടുക്കാവുന്ന ഒന്നാണ് AC മെയിൻ പവർ. AC മെയിനുകളും ഡീസൽ ജനറേറ്ററും ഉൽപ്പാദിപ്പിക്കാനാവില്ല. ഹൈബ്രിഡ് SPV സംവിധാനങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കാൻ കാറ്റ് അല്ലെങ്കിൽ ജലം പോലുള്ള മറ്റു പുനരുപയോഗ ഊർജ സ്രോതസ്സുകളും ഉപയോഗിക്കാം. ബാറ്ററി ബാങ്കിന്റെ ഇൻപുട്ടിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ഉൾപ്പെടുത്തി 1 മുതൽ സൗരോർജം വരെയുള്ള ചാർജിങ്ങിന്റെ മുൻഗണന, മറ്റ് സ്രോതസ്സുകൾ എന്നിവ സജ്ജീകരിക്കാം. ബാറ്ററി ഉപയോഗിക്കാത്തതിനാൽ സൗരോർജത്തിന്റെ ബാക്കപ്പ് ലഭ്യമല്ല. സൂര്യപ്രകാശം ഉള്ളപ്പോൾ മാത്രമേ ഉൽപാദനം സാധ്യമാകൂ. ഗ്രിഡ് ടെഡ് ഇൻവെർട്ടർ വഴി സൗരോർജം നേരിട്ട് AC ആയി പരിവർത്തനം ചെയ്യപ്പെടുകയും ഗ്രിഡിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഗ്രിഡ് അടച്ചിരിക്കുമ്പോൾ ഡൗൺ സോളാർ ഇൻപുട്ട് വിച്ഛേദിക്കപ്പെട്ടു. ഗ്രിഡ് ടൈ ഇൻവെർട്ടറിൽ നിന്ന് ഔട്ട്പുട്ട് ഇല്ല. ലോഡ് ഇൻവെർട്ടർ ഔട്ട്പുട്ട് പങ്കിടുന്നു. അങ്ങനെ ബാക്കിയുള്ളവ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യും. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയേക്കാൾ കൂടുതൽ ലോഡ് വരുമ്പോൾ അധികമായത് മാത്രമേ വലിച്ചെടുക്കൂ. ഗ്രിഡിൽ നിന്ന് ഉപഭോക്താവിന് വൈദ്യുതിയുടെ നെറ്റ് ഉപയോഗം ലഭിക്കുന്നതിന് ഗ്രിഡ് ഇൻപുട്ട് പോയിന്റിലെ സാധാരണ AC എനർജി മീറ്ററിന് പകരം ഒരു യൂട്ടിലിറ്റി മീറ്റർ അഥവാ ബൈ ഡയറക്ഷണൽ എനർജി മീറ്റർ എന്നും അറിയപ്പെടുന്നു ഇത് ഉപയോഗിക്കുന്നു. ഈ തരം വൈദ്യുതി ഉൽപാദകൻ എന്ന നിലയിൽ ഉപഭോക്താവിനെ അനുവദിക്കുകയും സർക്കാർ പണം നൽകുകയും ചെയ്യുന്നു. അതിനാൽ ശരിയായ അംഗീകാരം സ്ഥാപിക്കുന്നതിന് മുമ്പ് സർക്കാർ എടുക്കേണ്ടതാണ്.
ഇത് ഓഫ് ഗ്രിഡ് ബാറ്ററി ബാക്കപ്പ് SPV സിസ്റ്റത്തിന്റെ ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഗ്രിഡ് ടൈഡ് SPV സിസ്റ്റത്തിന്റെ സംയോജനമാണ്. അതുകൊണ്ട് രണ്ടിന്റെയും ഗുണങ്ങളുണ്ട്. ഗ്രിഡ് പവർ ലഭ്യമാകുമ്പോൾ ഇത് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് സമാനമായി പ്രവർത്തിക്കുന്നു. ഗ്രിഡ് അടയുമ്പോൾ സോളാർ അറേ കണക്ഷനുകൾ മാറ്റുന്നതിലൂടെ ഇത് ഓഫ് ഗ്രിഡ് സിസ്റ്റം പോലെ പ്രവർത്തിക്കും. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെ ലോഡ് എൻഡിലുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റവും സമാനമായ ഫലങ്ങൾ നൽകുന്നു. ഒരു ഗ്രിഡ് ഇന്ററാക്റ്റീവ് സോളാർ സിസ്റ്റം ശുദ്ധമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, സൂര്യപ്രകാശത്തിന്റെ പരിധിയില്ലാത്ത ഊർജത്തിൽ നിന്ന്. ഗ്രിഡ് ഇന്ററാക്റ്റീവ് ഇൻവെർട്ടറുകൾക്ക് കാറ്റ് അല്ലെങ്കിൽ ജലവൈദ്യുതി പോലുള്ള മറ്റു പുനരുപയോഗ സ്രോതസ്സുകളും ഉപയോഗിക്കാം. സൂര്യൻ പ്രകാശിക്കുമ്പോൾ PV സിസ്റ്റം അതിന്റെ ഡീപ് സൈക്കിൾ സോളാർ ബാറ്ററികൾ ചാർജ് ചെയ്യുകയും എല്ലാ അധിക ശുദ്ധമായ പവറും ഇൻവെർട്ടർ വഴി വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകുകയും ചെയ്യുന്നു. രാത്രി ആയതിനാൽ സൗരോർജ്ജം ഇല്ലെങ്കിൽ സിസ്റ്റത്തിന് വൈദ്യുതി ഗ്രിഡിൽ നിന്ന് വൈദ്യുതി എടുക്കാൻ കഴിയും. വൈദ്യുതി തകരാറുണ്ടാകുമ്പോൾ നിങ്ങളുടെ വീടിന്റെയോ ബിസിനസിന്റെയോ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇൻവെർട്ടർ സോളാർ പാനലുകളിൽ നിന്നും ബാറ്ററികളിൽ നിന്നും ശുദ്ധമായ വൈദ്യുതി എടുക്കുന്നു. അപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംവിധാനമാണ്. ഒരു ഗ്രിഡ് ഇന്ററാക്റ്റീവ് ഫോട്ടോവോൾട്ടേക് അഥവാ PV സിസ്റ്റം സൗരോർജ്ജം ഉപയോഗിച്ച് പുനരുൽപാദിപ്പിക്കാവുന്ന ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. അത് വൈദ്യുതി തകരാറുകൾ ഉണ്ടാകുമ്പോൾ ബാറ്ററികൾ ചാർജ് ചെയ്യുകയും വൈദ്യുതി ഗ്രിഡിലേക്ക് പവർ നൽകുകയും ചെയ്യുന്നു. ഗ്രിഡ് ടൈഡ് സിസ്റ്റങ്ങൾ ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് ഹരിതോർജം നൽകുന്നു. പക്ഷേ ഗ്രിഡ് തകരാറിലായാൽ അത് വിച്ഛേദിക്കേണ്ടി വരും. ഗ്രിഡിലേക്ക് ഗ്രീൻ പവർ നൽകുന്നതിന് ടൈഡ് സിസ്റ്റങ്ങൾക്ക് ക്രെഡിറ്റുകളും പ്രോത്സാഹനങ്ങളും ലഭിക്കുന്നു. പക്ഷേ അവയ്ക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഗ്രിഡ് വൈദ്യുതി ലഭ്യമല്ലാത്തപ്പോൾ അവരുടെ സ്വന്തം ഉപയോഗം ഗ്രിഡ് ഇന്ററാക്റ്റീവ് സിസ്റ്റങ്ങളും ഗ്രിഡിലേക്ക് പവർ നൽകുന്നു. എന്നാൽ അവർക്ക് അവരുടെ PV മൊഡ്യൂളുകളിൽ നിന്നും ബാറ്ററി ബാക്കപ്പ് സിസ്റ്റങ്ങളിൽ നിന്നും ഹരിതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് തുടരാനും അവരുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ വൈദ്യുതി ഉപയോഗിക്കാനും കഴിയും. നമുക്ക് തുടക്കത്തിൽ സംയോജനത്തെക്കുറിച്ച് സംസാരിക്കാം. 3 മെഗാവാട്ട് പ്ലാന്റ് 1 മെഗാവാട്ട് വീതമുള്ള 3 സ്വതന്ത്ര വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ വിഭാഗവും സജ്ജീകരിച്ചിരിക്കുന്നത് 250 കിലോവാട്ട് വീതമുള്ള 4 ഇൻവെർട്ടറുകൾ ഉപയോഗിച്ചാണ്. ഒരു LT പാനൽ രൂപീകരിക്കാൻ ഇവ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. 225, 240 WP മൊഡ്യൂളുകളുടെ മിശ്രിതത്തെ ആശ്രയിച്ച് ഓരോ ഇൻവെർട്ടറിനും സമാന്തരമായി 45 മുതൽ 46 വരെ PV സ്ട്രിങ്ങുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓരോ സ്ട്രിങ്ങും അടങ്ങിയിരിക്കുന്നു. 24 മൊഡ്യൂളുകൾ പരമ്പരയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. 3 മെഗാവാട്ട് PV പ്ലാന്റിൽ നിന്ന് 0.415 kVയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 3 സെറ്റപ്പ് ട്രാൻസ്ഫോമറുകളുടെ സഹായത്തോടെ 11 kV വരെ ഉയർത്തി നിലവിലുള്ള 11 kV ലൈനുകളുമായി ബന്ധിപ്പിക്കുന്നു. സോളാർ PV സംയോജനത്തിൽ അത്തരം കൂറ്റൻ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു. ഓർഗനൈസേഷൻ വിളിച്ച ടെൻഡർ ലേലം ചെയ്തുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. വിജയത്തിന് ശേഷം ടെൻഡർ, സെറ്റ് പരിശോധന, സെറ്റ് തയ്യാറാക്കൽ, ബ്ലൂ പ്രിന്റ് അംഗീകരിച്ച ആവശ്യമായ ഘടകങ്ങളും മറ്റ് സ്റ്റോറുകളും ആസൂത്രണം ചെയ്യുകയും ക്രമീകരിക്കുകയും ചെയ്യുക. സംഭരണവും അടിത്തറയും ഘടനകളും സ്ഥാപിക്കൽ, സോളാർ പാനലുകൾ സ്ഥാപിക്കൽ, ഇൻവെർട്ടറുകൾ സ്ഥാപിക്കൽ, അസോസിയേറ്റ് എന്നിവ ഉപകരണങ്ങൾ, വയറിംഗ് കണക്ഷനുകൾ, നടത്തിപ്പ്, ഗുണനിലവാരം, പരിശോധനകൾ, എല്ലാ സോളാർ അറേകൾ, ഇൻവെർട്ടർ കോമ്പിനറുകൾ എന്നിവയുടെ ഇൻസ്റ്റാളേഷനും കമ്മീഷൻ ചെയ്യലും കൃത്യമായ പരിശോധനകൾക്കും ഗ്രിഡുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അംഗീകാരത്തിനും ശേഷം എല്ലാം ഒരു വലിയ PV പ്രൊജക്ടുകളുടെ സോളാർ PV സംയോജന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയായ ആസൂത്രണവും പദ്ധതിയുടെ നടത്തിപ്പുമാണ് സോളാർ PV സംയോജനത്തിന്റെ വിജയത്തിന് കാരണം. ഇതിന് പൂർണ്ണമായ പ്ലാന്റിന്റെ കൃത്യമായ രൂപകൽപ്പന ആവശ്യമാണ്. ലഭ്യമായ സാങ്കേതികവിദ്യ, ഘടകങ്ങളുടെ വ്യതിയാനങ്ങൾ, വിപണി വ്യവസ്ഥകൾ, നിർമ്മാതാക്കൾ, ഇറക്കുമതി, ആവശ്യ വസ്തുക്കൾ, ലോജിസ്റ്റിക്സ്, മാൻ പവർ ആവശ്യകത മുതലായവയെക്കുറിച്ചുള്ള മതിയായ അറിവ് ഡിസൈൻ ടീമിനെ പിന്തുണയ്ക്കുന്നു. ഡിസൈൻ ടീമിന്റെ പ്രവർത്തനത്തെ വലിയ തോതിൽ ലളിതമാക്കുന്ന ഒരു ഉപകരണമാണ് PV സിസ്റ്റം സോഫ്റ്റ്വെയർ. സോളാർ റേഡിയേഷൻ ലൊക്കേഷൻ തിരിച്ച് വിശകലനം ചെയ്യുന്നതിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. കൂടാതെ ഡിസൈൻ ചെയ്യുന്നതിനുള്ള മികച്ച സമീപനത്തെ നയിക്കുകയും ചെയ്യുന്നു. സോഫ്റ്റ്വെയർ ഔട്ട്പുട്ടായി നൽകുന്ന സിമുലേഷൻ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ധാരാളം സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത്. ആർക്കിടെക്റ്റുകൾ, എഞ്ചിനീയർമാർ, ഗവേഷകർ എന്നിവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് PV സിസ്റ്റം സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു വിദ്യാഭ്യാസ ഉപകരണം കൂടിയാണ്. അതിൽ വിശദമായ ഒരു സന്ദർഭോചിതം ഉൾപ്പെടുന്നു. ഉപയോഗിക്കുന്ന നടപടിക്രമങ്ങളും മോഡലുകളും വിശദീകരിക്കുന്ന സഹായ മെനു, ഒരു പ്രൊജക്ട് വികസിപ്പിക്കുന്നതിനുള്ള ഒരു ഗൈഡിനൊപ്പം ഉപയോക്തൃ സൗഹൃദ സമീപനം വാഗ്ദാനം ചെയ്യുന്നു.
PV സിസ്റ്റിന് മീറ്റിയോർ ഡാറ്റയും വിവിധ ഉറവിടങ്ങളിൽ നിന്നുള്ള വ്യക്തിഗത ഡാറ്റയും ഇറക്കുമതി ചെയ്യാൻ കഴിയും. ഒരു പൂർണ്ണ റിപ്പോർട്ട്, നിർദ്ദിഷ്ട ഗ്രാഫുകൾ, പട്ടികകൾ എന്നിവയുടെ രൂപത്തിൽ PV സിസ്റ്റ് ഫലങ്ങൾ അവതരിപ്പിക്കുന്നു. കൂടാതെ മറ്റ് സോഫ്റ്റ്വെയറുകളിൽ നിന്ന് ഉപയോഗിക്കാവുന്ന ഡാറ്റ അയക്കാവുന്നതാണ്. സിസ്റ്റം ഡിസൈൻ വേഗമേറിയതും ലളിതവുമായ നടപടിക്രമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആവശ്യമുള്ള പവർ അല്ലെങ്കിൽ ലഭ്യമായ പ്രദേശം വ്യക്തമാക്കുക, ആന്തരിക ഡാറ്റാബേസിൽ നിന്ന് PV മൊഡ്യൂൾ തിരഞ്ഞെടുക്കുക, ആന്തരിക ഡാറ്റാബേസിൽ നിന്ന് ഇൻവെർട്ടർ തിരഞ്ഞെടുക്കുക. PV സിസ്റ്റ് ഒരു അറേ അല്ലെങ്കിൽ സിസ്റ്റം കോൺഫിഗറേഷൻ നിർദ്ദേശിക്കും. അത് അടിസ്ഥാനമാക്കി പ്രാഥമിക സിമുലേഷൻ നടത്താം. സോഫ്റ്റ്വെയർ കളർ കോഡ് ചെയ്ത മുന്നറിയിപ്പ്, പിശകുകൾ, സന്ദേശമയക്കൽ സംവിധാനം ഉൾക്കൊള്ളുന്നു. ഡിസൈനുമായി പൊരുത്തക്കേടും പ്രശ്നവും മുന്നറിയിപ്പും ഉണ്ടെങ്കിൽ ശരിയായ ഫ്രെയിമിനുള്ളിൽ മുന്നറിയിപ്പ് നൽകും. മുകളിൽ പറഞ്ഞതിന് സമാനമായ മറ്റ് സോഫ്റ്റ്വെയറുകൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. സോളാർ PV പ്ലാന്റ് രൂപകൽപ്പന ചെയ്യുന്നതിനായി നമുക്ക് തിരഞ്ഞെടുക്കാം, വാങ്ങാം, ഉപയോഗിക്കാം. ഇൻവെർട്ടർ വയറിംഗ് ഡയഗ്രാം പഠിച്ച് സോളാർ ഇൻവെർട്ടറിന്റെ ഘടകങ്ങൾ ബന്ധിപ്പിക്കുക. നിങ്ങൾക്ക് ഇനി പറയുന്ന എല്ലാ ഉപകരണങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കുക. 12 വാട്ട് DC അല്ലെങ്കിൽ 230 വാട്ട് AC, സാധാരണ ഇൻവെർട്ടർ, സോളാർ പാനലുകൾ, 75 വാട്ട് × 2, ചാർജ് കൺട്രോളർ, കണക്റ്റിംഗ് വയറുകൾ, ലോഡ് ബാങ്ക്, 12 വാട്ട് 100 AHR ബാറ്ററി, ക്ലാമ്പ് മീറ്റർ. വയറിംഗ് ക്രമം ഇപ്രകാരമാണ്. ചാർജ് കൺട്രോളർ വയർ ചെയ്യുക. ചാർജ് കൺട്രോളർ ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക. ഇൻവെർട്ടറിലേക്ക് ബാറ്ററി ബന്ധിപ്പിക്കുക. ചാർജ് കൺട്രോളറിലേക്ക് പാനൽ ബന്ധിപ്പിക്കുക. ലോഡ്സ് ബന്ധിപ്പിക്കുക. എല്ലാ MCBകളും ഓഫ് പൊസിഷനിൽ സൂക്ഷിക്കുക. സുരക്ഷയ്ക്കായി ഫ്യൂസുകൾ നീക്കം ചെയ്യുക. ഇൻവെർട്ടറിന്റെ ടെസ്റ്റിംഗ് സീക്വൻസ് പിന്തുടരുക. സാധാരണ ലോഡ്, ഫുൾ ലോഡ്, ഓവർലോഡ് അവസ്ഥകൾ എന്നിവയ്ക്കായി സമാനമായ രീതിയിൽ സോളാർ ഇൻവെർട്ടർ പരിശോധിക്കുക. നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുക. ഒരു സോളാർ പാനൽ 10 വാട്ട്, സോളാർ ചാർജ് കൺട്രോളർ 12 വാട്ട് 10 ആംപിയർ, സോളാർ ബാറ്ററി 12 വാട്ട് 100 AH, ഒരു സാധാരണ ഇൻവെർട്ടർ, ഒരു സോളാർ ഇൻവെർട്ടറിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നിവയെ ബന്ധിപ്പിച്ച അവസാന സെഷന്റെ ഭാഗമാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സോളാർ പാനലിൻ്റെ അടിസ്ഥാന തത്വങ്ങളും ഘടകങ്ങളും മനസ്സിലാക്കാൻ കഴിയുമല്ലോ. സോളാർ എനർജി സിസ്റ്റങ്ങളിൽ ഇൻവെർട്ടറുകളുടെ പങ്കും പ്രാധാന്യവും നിർവചിക്കാം. സോളാർ അറേകളിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് അഥവാ DC, ഓൾട്ടർനേറ്റീവ് കറണ്ടിലേക്ക് അഥവാ AC-യിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് വിവരിക്കുക. വ്യത്യസ്ത തരം ഇൻവെർട്ടറുകളും അവയുടെ ഉപയോഗങ്ങളും സോളാർ PV സംയോജന പദ്ധതികളുടെ വിജയത്തിന് സംഭാവന ചെയ്യുന്ന നിർണായക ഘടകങ്ങൾ മനസ്സിലാക്കുക.